താഴേക്കാവിലെ കൽവിളക്കുകളെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓരോ കരിയിലെയും കാട്ടുവള്ളിയും ധ്യാനത്തിലാണ്. അവിടേക്ക് കടന്നു വന്ന കാറ്റുപോലും ഒരു നിമിഷം കണ്ണുകളടച്ചു. ഇത് റേഡിയോ ലൈവാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ഹൃദയപൂർവ്വം തുടങ്ങാം. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥന. മനസ്സിലെങ്കിലും ഒരു വരി പ്രാർത്ഥന കുറിക്കാത്തവർ ആരും കാണില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തി നിന്നിട്ടുണ്ടാകും നമ്മൾ ഓരോരുത്തരും, അല്ലേ? എല്ലാ മനുഷ്യരും ഓരോ നിമിഷവും പ്രാർത്ഥനയെ ചേർത്ത് പിടിക്കുന്നവരാണ്. പലരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങളാണ് ഓരോരുത്തർക്കും. പരീക്ഷകളിലും മത്സരങ്ങളിലും ജയിക്കാൻ, വിവാഹത്തിന്, വീടിന്, കുഞ്ഞിന്, അങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകൾ. കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടതായിരിക്കും. കൂടുതലും പരീക്ഷയ്ക്ക് ജയിക്കണമേ എന്നുള്ള പ്രാർത്ഥന. പിന്നെയോ ഇന്ന് സ്കൂൾ അവധിയായിരിക്കണേ, ക്ലാസ് ടീച്ചർ വരരുതേ, ഇന്ന് സ്കൂൾ നേരത്തെ വിടണേ, അടി കിട്ടരുതേ, അങ്ങനെ തുടങ്ങി എത്രയെത്ര നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ. പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റത്തിൽ കരയിലകപ്പെട്ട ചെറുമീനുകളുടെ പിടച്ചിലായിരുന്നു അന്നത്തെ ഓരോ പ്രാർത്ഥനയ്ക്കും. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അറിയാത്ത കാലം മുതൽ തുടങ്ങിയതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളും കൈകൂപ്പി നിൽക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ എവിടെ ഒരു ദീപം കത്തുന്നത് കണ്ടാലും നമ്മുടെ കൈകൾ അറിയാതെ നെഞ്ചിലേക്ക് ചേരുന്നു. ഓർമ്മകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ തുടക്കം. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആത്മസമർപ്പണമാണ്, ഒരു യാത്രയാണ്, അല്ലേ? വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തീരത്തേക്കുള്ള ഒരു യാത്ര. മറ്റൊരു അഭയവുമില്ലാത്ത, തുണയുമില്ലാത്ത ഒരാൾക്ക് പ്രാർത്ഥന ഒരു കൂട്ടാണ്. അൾത്താരയിൽ കത്തിയുരുകിത്തീരുന്ന ആയിരക്കണക്കിന് മെഴുകുതിരിക്ക് മുന്നിൽ ആ മെഴുകുപോലെ ഉരുകിത്തീരുന്ന ചില മനുഷ്യരുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും കെട്ടുപോയൊരു ദീപം പ്രകാശം പരത്തി കത്തുന്നുണ്ടാകും. ഉടഞ്ഞുപോയ നമ്മളെ പുതുക്കി നിർമ്മിച്ചെടുക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്കിടയിൽ ശക്തമായൊരു മേൽക്കൂര പോലെയാണ് പ്രാർത്ഥന. പുലർച്ചെയുള്ള മഴയിൽ ഉറങ്ങിക്കിടക്കുന്ന പൂമൊട്ടിലേക്ക് മഴത്തുള്ളികൾ അലിച്ചിറങ്ങുന്ന പോലെയാണ് ഓരോ പ്രാർത്ഥനയും നമുക്ക് തരുന്ന കുളിർമ. ഓരോ മനുഷ്യൻ്റെയും പ്രാർത്ഥനകൾ ഒരു യാചനയാണ്, കരച്ചിലാണ്. നമ്മൾ എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിലാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആശ്വാസം കിട്ടുന്നുണ്ടോ, പ്രാർത്ഥനകൾ സഫലമാകുന്നുണ്ടോ എന്നതിലാണ്. നമുക്ക് ദൈവമെന്ന് തോന്നുന്ന, ശക്തിയെന്ന് തോന്നുന്ന, ഊർജമെന്ന് തോന്നുന്ന എന്തിനോടും പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയും ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരു ശക്തിയുള്ള ഹൃദയത്തിൽ ചെന്ന് പതിക്കുമ്പോഴാണ് അത് പ്രതിധ്വനിക്കുന്നത്. ആ ഹൃദയസ്ഥാനം ആരുമാകാം, എന്തുമാകാം. ഓരോ പ്രതിഫലനവും നമ്മുടെ കാതുകളിൽ മുഴങ്ങി, കണ്ണുകളിൽ പ്രകാശിച്ച് ആത്മാവിലൂടെ ഒഴുകി പരക്കുന്നു. എല്ലാം മറന്നുള്ളൊരു പ്രാർത്ഥനയിൽ നമ്മൾ മറ്റൊരു സ്വരം കേൾക്കുന്നുണ്ടാകും. കൺമുന്നിൽ അദൃശ്യമായൊരു രൂപം കാണുന്നുമുണ്ടാകും. പ്രാർത്ഥന ഉഷസ്സിലെ തെളിവുള്ള പ്രകാശം പോലെ ഓരോ ഹൃദയവും തിളക്കമുള്ളതാക്കി മാറ്റുന്നു. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറയുമ്പോഴും നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം, അല്ലേ? വെറുതെ നമ്മളെ കേട്ടാൽ പോരാ. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ, അതൊക്കെ ക്ഷമയോടെ കേട്ട് പരിഹരിക്കാനും നേടിത്തരാനും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ. നമുക്ക് മുന്നിൽ ആ ഒരാൾ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസം. പലർക്കും സമാധാനവും ആത്മസംതൃപ്തിയുമാണ് പ്രാർത്ഥന. ഇരുട്ട് മാത്രം നിറഞ്ഞ ഇടുങ്ങിയ ഒരു ഗുഹയിൽ നിന്നും ബുദ്ധിമുട്ടി പുറത്തു വന്ന് സുന്ദരമായൊരു താഴ്വാരത്തെ ശ്വസിക്കും പോലെ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ആരുമില്ല എന്ന് തോന്നുമ്പോഴുള്ള പലരുടെയും അവസാന ആശ്രയമാണ് ദൈവം. പ്രാർത്ഥിക്കുന്ന ഏതൊരാളും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആര് കൈവിട്ടാലും ഈശ്വരൻ കൈവിടില്ല എന്ന്. അതാണ് വിശ്വാസം. ഓരോ നിമിഷവും ഓരോ കാൽവെപ്പിലും ഈശ്വരൻ കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവുമാണ് പ്രാർത്ഥനയിലൂടെ ഓരോ മനുഷ്യനും നേടുന്നത്. ഓരോ നദികളും ഒഴുകി കടലിൽ ചെന്ന് പതിക്കും പോലെ ഓരോ പ്രാർത്ഥനകളും ചെന്നു ചേരുന്നത് ഈശ്വരനിലേക്കാണ്.
ഈശ്വരനുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് സ്വയം പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കേണ്ടതാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. ഒരു നീലസമുദ്രത്തിലേക്ക് ആകാശം ഇറങ്ങിക്കിടക്കും പോലെ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് നമുക്ക് ഓരോ പ്രാർത്ഥനയിലേക്കും. പ്രാർത്ഥന വിശുദ്ധമായൊരു അനുഭൂതിയാണ്. ആത്മാവിനെ ശുദ്ധീകരിച്ച് നമ്മളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ചൈതന്യം. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി മാത്രമുള്ളതാണോ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാർമേഘങ്ങൾ മാറി ആകാശം തെളിയുന്നത് പോലെയാണ് ഓരോ ആരാധനയിലും നമ്മൾ തിളക്കമുള്ളതായി മാറുന്നത്. നന്നായി ചിന്തിക്കാനും നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുമുള്ള പ്രചോദനം, ആകുലതകളെ കാറ്റിൽ പറത്താനും പരീക്ഷണങ്ങളെ നേരിടാനുമുള്ള ധൈര്യം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മാനസികാരോഗ്യവും വളരെയധികം കൂട്ടാനാകും. പക്ഷേ ഒരു ആവശ്യം പോലും പറയാതെ പ്രാർത്ഥിക്കാനിരിക്കുന്നവർ കുറവായിരിക്കും അല്ലേ? ഒരു കൂട്ടം പ്രശ്നങ്ങളും ഒരു കൂട്ടം ആവശ്യങ്ങളുമായിട്ടായിരിക്കും ഓരോരുത്തരും പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എന്തു തന്നെ ആയാലും മനസ്സ് തുറന്നൊരു പ്രാർത്ഥന നമുക്ക് വല്ലാത്തൊരു സമാധാനത്തെ നേടിത്തരും. പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കാൻ ശ്രമിക്കും. കള്ളങ്ങൾ പറയുവാനോ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ ചതിക്കുവാനോ അവർ നിൽക്കില്ല. കാരണം തെറ്റ് ചെയ്താൽ പണി കിട്ടുമെന്ന ദൈവഭയം എപ്പോഴും അവർക്കുണ്ടാകും. ശരിക്കും അത് നല്ലൊരു കാര്യമാണല്ലേ? എപ്പോഴും നമ്മൾ എന്തിനെയെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുന്നത് അത് നമ്മളെ ഒരു തെളിനീർ തടാകം പോലെ കൊണ്ടു നടക്കാൻ സഹായിക്കും. ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്കിങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കണം, എങ്കിലേ സംതൃപ്തി വരൂ. എപ്പോഴും മൗനമായ പ്രാർത്ഥനയാണ് നല്ലത്. കാരണം അതാകുമ്പോൾ നമ്മൾ പറയുന്ന രഹസ്യങ്ങളും ആവശ്യങ്ങളും ഒന്നും ദൈവമല്ലാതെ മറ്റാരും കേൾക്കില്ലല്ലോ. അല്ലെങ്കിലും എപ്പോഴും ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. കണ്ണുകളടച്ച് മൗനത്തിലാകുമ്പോൾ ചിന്തകളെ അടക്കി മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയും. ആർക്കോ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പ്രാർത്ഥിക്കുന്നവർ. അവർ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്ക് പോലും ഓർമ്മ കാണില്ല. മനസ്സ് ശൂന്യമാക്കി വെറുതെ കൈകൂപ്പി നിൽക്കുന്നവരുണ്ട്. ആ സമയത്ത് അവരുടെ മനസ്സ് എവിടെയൊക്കെയോ ബസ് കയറി പോയിട്ടുണ്ടാകും. പ്രാർത്ഥിക്കാൻ വന്നു നിന്നിട്ട് പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നവരുണ്ട്. അവരുടെ മനസ്സിൽ ചിന്തകളുടെ ഒരു തേരോട്ടമായിരിക്കും. പക്ഷേ ശാന്തമായൊരു പ്രാർത്ഥന എപ്പോഴും നമ്മളെ അനന്തമായ വിഹായസിൽ സ്വച്ഛന്തമായി വിഹരിക്കുന്ന ഒരു പറവയെപ്പോലെ ഒട്ടും ചിന്താഭാരമില്ലാതെ സ്വതന്ത്രമായൊരു മനസ്സിനുടമയാക്കി മാറ്റും. നമുക്കൊക്കെ അതല്ലേ വേണ്ടുന്നത്? നാളേക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി പാടുപെടുന്ന തിരക്കുള്ള ഈ ജീവിതത്തിൽ ഒരു പ്രപഞ്ച സഞ്ചാരിയെപ്പോലെ ആനന്ദമറിഞ്ഞ് ജീവിക്കുവാൻ. എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങൾ, ക്ഷീരപഥങ്ങൾ, ആകാശപാതയിൽ വഴിമുടക്കി നിൽക്കുന്ന മേഘക്കൂട്ടങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ അനന്തമായ കാഴ്ചകളുടെ നിഴലാട്ടങ്ങൾ. ഈ പ്രപഞ്ചവും ഓരോ നിമിഷവും അനന്തമായ ജീവജാലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പർവ്വതങ്ങൾ താണ്ടിപ്പോകുന്ന കൊടുങ്കാറ്റിനെ നിയന്ത്രിച്ചും കരകവിയുന്ന പുഴയെ ശാസിച്ചും അനുസരണയില്ലാത്ത വേലിയേറ്റത്തെ തടഞ്ഞും മൗനമായ പ്രാർത്ഥനകൾ. പ്രകൃതിയുടെ കൈകളിൽ ഉണർന്നിരിക്കുന്ന ജീവജാലങ്ങളിലും ദേശം വിട്ടു പറക്കുന്ന കിളികളിലും കരിങ്കൽ കൂട്ടത്തിലെ ചെറിയ പുൽനാമ്പിലുമൊക്കെ ഒരു പ്രാർത്ഥന ഉറങ്ങിക്കിടക്കുന്നു. തന്നിൽ വളർന്നു പൂവിട്ട് നിൽക്കുന്ന ഓരോ മരത്തിനും വളർന്നു വരുന്ന കുഞ്ഞു തൈകൾക്കും അവയ്ക്കും മണ്ണിനും ദാഹമകറ്റി ഒഴുകുന്ന നീരുറവകൾക്കും തണുത്ത പുഴകൾക്കും വേണ്ടിയൊക്കെ ഓരോ കാടും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ചിന്തിച്ചുകൂട്ടി എഴുതിക്കൂട്ടി വെച്ചുള്ള പ്രാർത്ഥനയൊന്നുമല്ല മറ്റുള്ള ജീവജാലങ്ങളുടേത്. അവയുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും സമാധാനത്തിനു വേണ്ടിയൊക്കെ അവയും പ്രാർത്ഥിക്കുന്നുണ്ട്. ചില പക്ഷികളും മൃഗങ്ങളുമൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ, ദുരന്തത്തിൽപ്പെടുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കും. ഒരു വിലാപത്തിൻ്റെ ശബ്ദം അവരിൽ നിന്നും അപ്പോൾ ഉയരുന്നത് കേൾക്കാം. അതൊരു തരത്തിൽ പ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണ്. നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ, കുടുംബം തകരുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യൻ മാത്രമല്ല ഏതൊരു ജീവിയും പ്രാർത്ഥിച്ചു പോകും. കാരുണ്യനേത്രങ്ങളാൽ പ്രകൃതി നമ്മളിലേക്ക് അയക്കുന്ന പ്രാർത്ഥനയുടെ മൃദുവായ കരങ്ങളെ ചേർത്ത് പിടിക്കാം. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ട്. തിളച്ചു കിടക്കുന്ന മരുഭൂമിയിലേക്ക് വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണത്. എവിടേക്ക് പോയെന്ന് പോലും അറിയില്ല. ഏത് മരുഭൂമിയെ നനയിക്കുന്ന തോരാത്ത മഴ പോലെയാകണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മളിൽ മാത്രം ഒതുങ്ങാതെ പ്രകൃതിയിലേക്ക് കൂടി പരന്നു നിറയണം. പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലല്ലോ. പ്രകൃതിയിലെ മരങ്ങളും പച്ചപ്പും ഓരോ ജീവജാലങ്ങളും നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. പ്രാർത്ഥനയോട് കൂടിയുള്ള സംരക്ഷണവും സ്നേഹവും അതാണ് നമുക്ക് പ്രകൃതിക്ക് കൊടുക്കേണ്ടത്.
ഒപ്പം നമ്മുടെ സഹജീവികൾക്കും കരുണയും കരുതലും കൊടുക്കാം. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാനൊരു പ്രാർത്ഥന ഇവിടെ കുറിക്കുന്നു. നീതിയുടെയും സൗഭാഗ്യത്തിൻ്റെയും 1000 വർഷങ്ങൾ സമൃദ്ധിയാലും സ്നേഹത്താലും നിറയണമേ എന്ന പ്രാർത്ഥന 7 മലകളിലും പ്രതിധ്വനിച്ച് ആരും കേൾക്കാത്ത പ്രകൃതിയുടെയും ഓരോ മനുഷ്യൻ്റെയും ശൂന്യമായ ഇടങ്ങളിലേക്കും സുഗന്ധപൂരിതമായ ഒരു കുന്തിരിക്ക മരം പുകഞ്ഞിറങ്ങുന്ന പോലെ പരന്നു നിറയട്ടെ. ഇന്നത്തെ ഹൃദയപൂർവ്വം ഇവിടെ തീരുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ്. ഇത് റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.